പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 12-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസേന നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ 22-ാം സങ്കീർത്തനത്തിൽ പാടുന്നു, സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഈ സങ്കീർത്തനത്തിലെ മിക്ക ഭാഗങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട പഴയ നിയമ പ്രവചനങ്ങളാണ്. കർത്താവ് ഗെത്സമനെ മുതൽ കാൽവരി വരെ അനുഭവിച്ച ഘട്ടങ്ങളെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നു. മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വന്നതാകിയാൽ യേശുക്രിസ്തുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു. പക്ഷെ നമുക്ക് കർത്താവിനെ പോലെ മരിക്കുവാൻ കഴിയുകയില്ലല്ലോ. നാം ഓരോരുത്തരും കർത്താവ് നിമിത്തം മരിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ആയുസ് കർത്താവിനായി പ്രയോജനപ്പെടുത്തണം. സമയത്തിന് മുമ്പേ നമ്മെ തകർക്കുവാൻ ദുഷ്ടമൃഗങ്ങളാകുന്ന മനുഷ്യൻ നമുക്ക് നേരെയും വരാം. അതാണല്ലോ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത്. യേശുവിനെ ആരാധിക്കാൻ പാടില്ല, യേശുവിനെ അനുഗമിക്കാൻ പാടില്ല. സത്യത്തിലും ആത്മാവിലും ആമേൻ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ള ആമേൻ നിലയിലാണല്ലോ ദൈവമക്കൾ വളരാൻ പാടില്ല. ദൈവസഭയെ തകർക്കുക, ദൈവദാസന്മാരെ തകർക്കുക, ക്രിസ്ത്യാനികളെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുവാനാണല്ലോ ദുഷ്ടരായ ആമേൻ മൃഗത്തെ പോലെയുള്ള മനുഷ്യർ ഇന്ന് അവൻ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. സിംഹം കാട്ടിലെ രാജാവാണ്, അതിനെ ഭയപ്പെടാത്ത ഒരു മൃഗവും കാട്ടിലില്ല. എന്നാൽ കാട്ടുപോത്തിൻ്റെ അടുക്കൽ സിംഹം ഒറ്റയ്ക്കൊരിക്കലും അടുത്തു വരികയില്ല. കാരണം കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ചെന്നുപെട്ടാൽ സിംഹത്തിൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ആയതിനാൽ സിംഹങ്ങൾ കാട്ടുപോത്തിനെ കൂട്ടമായിട്ടാണ് ആക്രമിക്കുന്നത്. ആസിയിൽ വെച്ച് ജീവനും മരണത്തിനുമിടയിൽ തങ്ങൾക്ക് ഉണ്ടായ കഷ്ടതയെക്കുറിച്ച് ഒരിക്കൽ പൗലോസ് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായ ദാവീദും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എത്തിയതായി പറഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും മരണത്തിനുമിടയിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ശൗലും പടയാളികളും ദാവീദിനെ പിടിക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. രക്ഷപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു. താൻ ശൗലിൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന് വരെ താൻ ചിന്തിച്ചു. എന്നാൽ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവം മൃഗീയ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ശൗലിനെ മറ്റൊരു പ്രാകാരത്തിൽ ആമേൻ അവിടെ നിന്നും ഓടിക്കുവായി തൻ്റെ അഭിഷക്തനെ അവിടെ നിന്ന് രക്ഷിക്കുകയും ജീവനോടെ രക്ഷിക്കുകയും ചെയ്തു. ദാവീദിനെ മരണത്തിൽ നിന്നും ആമേൻ വിടുവിക്കുവാൻ ആമേൻ ഫെലിസ്ത്യരെ കൊണ്ട് ദേശത്തെ ആക്രമിച്ച് ശൗല് പിന്തിരിഞ്ഞു പോവുകയും അവരുമായിട്ടുള്ള യുദ്ധത്തിൽ ദൈവം വിടുവിക്കുകയും ചെയ്തു. ദാവീദിന് നേരിട്ടതുപോലെയുള്ള അനുഭവങ്ങൾ പൗലോസിനും ഉണ്ടായിട്ടുണ്ട്. പൗലോസിൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലായകയാൽ ആമേൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ആമേൻ മരണക്കെണിയിൽ നിന്നും ആമേൻ ശൗലിനെ പലതവണ ദൈവം വിടുവിച്ചതായി കാണുവാനിടയാകും. മാനുഷികമായ ചിന്തകൾക്കും കണക്കുകൂട്ടലുകൾക്കും എത്രയോ അപ്പുറമാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ദൈവം തൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുവാനിടയാകും. അതേ പ്രിയ ദൈവവേദിലേ, അവൻ ഈ പകൽക്കാലം കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കൂടെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ നൽകുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്നു. ഈ വചന സന്ദേശം ശ്രവിക്കുമ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കൂടെയുള്ള തൻ്റെ ഭക്തന്മാരുടെ വിടുതൽ പോലെ കുഞ്ഞെ നിന്റെ വിഷയത്തിനും ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ച് യഹൂദ രാജാവായിരുന്നു യഹോശാഫാത്ത്. ദൈവഭക്തനായിരുന്നു.
പല നല്ല പ്രവൃത്തികളും ചെയ്ത് തന്നെ ആമേൻ വന്ന തന്നെയും തൻ്റെ ദേശത്തെയും ആക്രമിക്കുവാൻ കടലിനക്കരെ നിന്നും വലിയൊരു സമൂഹം തൻ്റെ നേരെ വന്നുകൊണ്ടിരുന്നു. യഹോശഫാത്ത് വലിയൊരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും ജനമെല്ലാം കരഞ്ഞു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൻ യഹോശഫാത്തിൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ആമേൻ. ഹാലിലെ കാട്ടുപോത്തുകൾക്കിടയിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കൂടെ അവൻ വിടുവിക്കുന്ന ദൈവം തൻ്റെ കൂട്ടുകാർക്കും തനിക്കോ തൻ്റെ കൂട്ടുകാർക്കോ വാളെടുക്കാതെ തന്നെ ശത്രുക്കളെ ഒന്നിനെ പോലും കൊല്ലാതെ തന്നെ ദൈവം വലിയൊരു വിടുതൽ നൽകിയതായി കാണുവാനിടയാകും. ഫറവോനും സൈന്യവും പിന്നിലും ചെങ്കടൽ മുന്നിലും ഇരുപുറവും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും രക്ഷപ്പെടുവാൻ ഏതൊരു വഴിയും കാണുന്നില്ല എന്ന് ഇസ്രായേൽ ജനം സ്വർഗത്തെ നോക്കി നിലവിളിക്കുമ്പോൾ ദൈവം കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കൂടെ തൻ്റെ ജനത്തിന് ഉത്തരമരുളുവാനിടയായി. ജീവിതം നമുക്ക് സ്തോത്രം ഹാലേലൂയ നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ആ ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ആകയാൽ പ്രിയ ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ കണ്ണുനീരിനും കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കൂടെ സ്തോത്രം ഉത്തരമരുളുവാൻ സമയമായി. ദൈവം ഇന്നും ജീവിക്കുന്നു. അതേ, നിന്റെ വിഷയത്തിന് മറുപടി നൽകുക തന്നെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു എന്നുള്ള തിരുവചനം പോലെ ഇന്ന് പകൽക്കാലം നിന്റെ ദാസന്മാർക്ക് കർത്താവേ സ്തോത്രം കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കൂടെയുള്ള വിടുതൽ നൽകിയതുപോലെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും വിടുതലയച്ച് മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.